ഞാൻ ഇത് വാങ്ങണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ? നിങ്ങളോട് ഈ താറാവ് വാങ്ങരുത് എന്നല്ലേ പറഞ്ഞത്? മനുഷ്യ, നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു? എത്ര കാല് പിടിച്ചില്ലേ നിങ്ങളോട് വാങ്ങരുത് എന്ന് പറഞ്ഞായിരുന്നോ? അയ്യോ, നിങ്ങളെ 3 പേരെ നോക്കാൻ എനിക്ക് വയ്യ. അപ്പോഴാണ് എൻ്റെ ഈശ്വര, കോഴിയായാലും മതി, താറാവ് വേണ്ടെന്നല്ലേ അച്ചായ ഞാൻ പറഞ്ഞേ. ഇനി ആ വേസ്റ്റ് ഒക്കെ പറക്ക്. ഇനി വേസ്റ്റ് മുറ്റം മൊത്തം വേസ്റ്റ് ആക്കാനായിട്ട്. എൻ്റെ മുറ്റം വായ ഞാൻ തരുന്നു. എൻ്റെ ദൈവമേ, അത് നോക്ക്, കിളുകളാന്ന് പറഞ്ഞിട്ട്. അയ്യോ, മഴയല്ല അത് പെയ്യണത്. മോട്ടർ ഓഫ് ആക്ക്. അതുങ്ങളൊക്കെ വിചാരം ഭയങ്കര മഴ പെയ്യാണെന്ന്. കണ്ടു നോക്കിയാ അരി. നിങ്ങളെ ശല്യം എനിച്ചില്ല. അവിടെ ഒക്കെ മഴയാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടോ ഓടുന്നു. മഴയാന്ന് കരുതിയിട്ട് എങ്ങോട്ടോ ഓടുന്നതാ. അതാ നന്നായി. എൻ്റെ ചെടിയെല്ലാം ഇനി വെച്ചേക്കൂല. സമാധാനമായോ നിങ്ങൾക്ക്? നോക്കിക്കോ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ. 10 എണ്ണോ? എൻ്റെ ദൈവമേ, അയ്യോ, അത് നോക്ക്. ഇവിടെ എവിടെയെങ്കിലും കുഴി കുത്തി വെക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെച്ചേക്കൂലേ? കേൾക്കുണ്ടോ? അയ്യോ രാമ, എന്തൊരു കഷ്ടം. എന്തിനാ? മതിയില്ലേ? എവിടെയും കൊണ്ട് കളയല്ലേ? ഞാൻ കൊണ്ട് കളയും. നോക്കിക്കോ, കളയല്ലേ? നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം. നമുക്ക് നേരത്തെ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചോ. അല്ല, ഇതിന് കൂടെ എവിടെ? കൂടെ എവിടെ? അത് നോക്ക് കറക്റ്റായിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരാനാ നോക്കണത്. അങ്ങോട്ട് നോക്ക്. പോ, നിന്റെ അപ്പം വിളിക്കണേ. പോയിക്കോ. അല്ല, വണ്ടി പോയി ആര് നോക്കും? നന്നോട്ട് നോക്കൂല, ആരും നോക്കൂല. ഈ വാങ്ങാനുള്ള ഉത്സാഹം ഉണ്ടാവില്ല. ഫുഡ് കൊടുക്കാനോ എന്തെങ്കിലും നോക്കാനും വേസ്റ്റ് കളയാനും ഒന്നിനും നിങ്ങൾക്കൊന്നും സമയം ഉണ്ടാവില്ല. ഇതൊക്കെ എൻ്റെ തലയിൽ കൊണ്ടുവന്നിടാനാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. സ്വസ്ഥമായി ഒരു വീടെടുത്ത് ഇവിടെ താമസിക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ. സമ്മതിക്കൂല. ഇങ്ങോട്ട് നോക്കിയാ ഗൈസ്, വെള്ളം കൊടുക്കുകയാണെന്ന്. പോ അവിടുന്ന്. ഒറ്റ ചവിട്ട് ഞാൻ. നോക്കിക്കോ, ഞാൻ ഗ്രില്ലാക്കും നിങ്ങളെ എല്ലാത്തിനും. മോന്ത കണ്ടാലും മതി. പോ, നിന്റെ അപ്പനാണ് വിളിക്കണത്. ചെല്ല്, വിളിക്ക് മക്കളെ.